ഹലോ സുഹൃത്ത്, നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല, കാരണം ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നലത്തെ കറണ്ട് അഫേഴ്സ് കൂടി ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ എലക്റ്റഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ദി ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷന്റെ വൈസ് പ്രസിഡന്റായി ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. മറൈൻ ആയിട്ട്, അതായത് മറൈൻ നാവിഗേഷൻ ആയിട്ടുള്ള ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ. ഇതിലേക്കാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരാൾ എത്തിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിംഗപ്പൂരിലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷന്റെ വൈസ് പ്രസിഡന്റായി ഇന്ത്യയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ടി.കെ. രാമചന്ദ്രൻ. നേരത്തെ പറഞ്ഞ മാതിരി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ, ഇതിൽ നിന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. ഇന്ന് നമുക്കറിയാം, കാർഗോ ഷിപ്പുകൾ, അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ക്രൂയിസ് ഷിപ്പുകളിലേക്ക് വരുന്ന കടൽ കൊള്ളക്കാരുടെ അറ്റാക്ക്, ആ അറ്റാക്കിനെ എങ്ങനെ, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ എങ്ങനെ തടയാൻ സാധിക്കും, അതിനെ സുരക്ഷിതമായിട്ട് കപ്പലുകൾ യാത്ര ചെയ്യിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ. ഇതിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടി.കെ. രാമചന്ദ്രൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ സ്ഥാപിതമായ വർഷം 1957. ഇത്രയും വർഷം പഴക്കമുള്ള, അതായത് 1957 സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷന്റെ ലക്ഷ്യം എന്താണ്? സുരക്ഷിതവും സാമ്പത്തികവും കാര്യക്ഷമമായ കപ്പലുകളുടെ ചലനം. ഇന്ന് നമുക്കറിയാം, കപ്പലുകളുടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര, സുരക്ഷിതമായിട്ട് കാർഗോ ഐറ്റംസ് വേറൊരു രാജ്യത്തേക്ക് എത്തിക്കുക. എന്നാൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അറ്റാക്ക്, പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അല്ലെങ്കിൽ കടൽ കൊള്ള, ഇതെല്ലാത്തിനും സുരക്ഷിതമായിട്ട് കപ്പലുകളെ യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ എത്ര അംഗങ്ങളുണ്ട്? 100 രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള 348 അംഗങ്ങൾ, 348 അംഗങ്ങളുള്ള, ഏതാണ്ട് 100 രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എയ്ഡ്സ് ടു മറൈൻ നാവിഗേഷൻ. ഇതിന്റെ ആസ്ഥാനം സിംഗപ്പൂർ ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗോവ ഷിപ്പ്യാർഡ് ഷോക്കേസസ് ഇൻഡിജിനസ് നേവൽ വെസൽസ് അറ്റ് നാവിഡെക്സ് 2025. ഗോവൽ കപ്പൽശാല നാവിഡെക്സ് 2025 തദ്ദേശീയ നാവിക കപ്പലുകൾ പ്രദർശിപ്പിച്ചു. ബാംഗ്ലൂരിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള ഒരു വലിയൊരു എയർ ഷോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പലുകളുടെ ഒരു ഷോ, അതാണ് നാവിഡെക്സ്. അപ്പോൾ നാവിഡെക്സിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യയിലെ ഒരു കപ്പൽശാലയാണ് ഗോവ കപ്പൽശാല. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 21 വരെ ഏത് രാജ്യത്താണ് നേവൽ ഡിഫൻസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി എക്സിബിഷൻ 2025 നടന്നത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE-യിലാണ് 17 ഫെബ്രുവരി മുതൽ 21 ഫെബ്രുവരി വരെ നാവിഡെക്സ്, അതായത് നേവൽ ഡിഫൻസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി എക്സിബിഷൻ നടന്നിട്ടുള്ളത്. ഈ ഒരു എക്സിബിഷനിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾ പങ്കെടുത്തിട്ടുള്ളത്. നാവിഡെക്സ് 2025 തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഫാസ്റ്റ് പെട്രോൾ വെസലും ഓഫ്ഷോർ പെട്രോൾ വെസലുകളും ഏത് കപ്പൽശാല പ്രദർശിപ്പിച്ചു? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള 2 കപ്പലുകളാണ് ഫാസ്റ്റ് പെട്രോൾ വെസൽസ്, കൂടാതെ ഓഫ് ഷോർ പെട്രോൾ വെസൽസ്. ഈ 2 കപ്പലുകളും, ഇത്തരത്തിലുള്ള ചെറിയ കപ്പലുകൾ, ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഇത്തരത്തിലുള്ള ഗോവയിൽ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഈ കപ്പലുകളാണ് നാവിഡെക്സ് എന്ന് പറയുന്ന നേവൽ ഡിഫൻസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. നേവൽ ഡിഫൻസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി എക്സിബിഷൻ 2025 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 8 രാജ്യങ്ങൾ. നിരവധി രാജ്യങ്ങൾ പങ്കെടുത്തെങ്കിലും ഏതാണ്ട് 33ഓളം കപ്പലുകൾ പങ്കെടുപ്പിച്ചിട്ടുള്ള എക്സിബിഷന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു വലിയൊരു എക്സിബിഷൻ ആയിരുന്നു UAE-യിൽ ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 21 വരെ നടന്നിട്ടുള്ള നാവിഡെക്സ് 2025. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 2025 കോൺഫറൻസ്. മാലിന്യ പുനരുപയോഗവും കാലാവസ്ഥാ വ്യതിയാനവും 2025 സമ്മേളനം.
ഇത് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയി ബന്ധപ്പെട്ട് ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ നിരവധി രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ ഒരു ദിവസം നീണ്ടുനിന്ന കോൺക്ലേവ് മാലിന്യ പുനരുപയോഗവും കാലാവസ്ഥാ വ്യതിയാനവും 2025 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ്. അതായത് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഇത് നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ്. വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 2025 എന്ന് പറയുന്ന ഈ കോൺഫറൻസ് അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ ശ്രീ ഭൂപേന്ദ്ര യാദവ് ആണ്. മാലിന്യ പുനരുപയോഗവും കാലാവസ്ഥാ വ്യതിയാനവും 2025 സംഘടിപ്പിച്ചത് ആരാണ്? റീസൈക്ലിംഗ് ആൻഡ് എൻവയോൺമെന്റ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സംഘടനയാണ് REIAI എന്നറിയപ്പെടുന്ന റീസൈക്ലിംഗ് ആൻഡ് എൻവയോൺമെന്റ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ആണ് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു കോൺഫറൻസ് നടത്തിയിട്ടുള്ളത്. ഏത് രാജ്യത്താണ് റീസൈക്ലിംഗ് എക്സ്പോ 2025 നടക്കുക? ദുബായ്. സെപ്റ്റംബർ 22 മുതൽ 23 വരെ ദുബായിൽ നടക്കാൻ പോകുന്ന ഒരു കോൺഫറൻസ് ആണ് റീസൈക്ലിംഗ് എക്സ്പോ 2025. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ആയി ബന്ധപ്പെട്ട നിരവധി കോൺഫറൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഇന്ത്യ നടന്നിട്ടുള്ള വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ദുബായിൽ നടക്കാൻ പോകുന്ന ഒരു കോൺഫറൻസ് ആണ് റീസൈക്ലിംഗ് എക്സ്പോ 2025. കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് 2025 ഫെബ്രുവരി 19 പറഞ്ഞതനുസരിച്ച് ഇന്ത്യ എത്ര മാലിന്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രതിവർഷം 62 ദശലക്ഷം ടൺ മാലിന്യം. ഒരു വർഷം 62 മില്യൺ ടൺസ് എന്ന് പറയുമ്പോൾ അതിഭീകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ വളരെ പുറകിലാണ്. അതായത് ഓരോ വർഷം പ്ലാസ്റ്റിക്, മെഡിക്കൽ ഐറ്റംസ് വേസ്റ്റ്, ഇലക്ട്രോണിക് ഐറ്റംസിന്റെ വേസ്റ്റ് ഇതെല്ലാം തന്നെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം ഇപ്പോൾ 62 ദശലക്ഷം ടൺ മാലിന്യമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. CSIR ആൻഡ് NAST signed an MOU with നേപ്പാൾ. CSIRഉം നാസ്റ്റും നേപ്പാളുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സയൻസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശാസ്ത്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി 2025 ഫെബ്രുവരി 18 നേപ്പാൾ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ഏതൊക്കെ സംഘടനകളാണ് കരാറിൽ ഒപ്പുവെച്ചത്? CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ഇപ്പം നേപ്പാൾ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതുമായി സഹകരിച്ച് ഇന്ത്യയിലെ CSIR, അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു റിസർച്ച് യൂണിറ്റ് ആണ്. CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഇതുമായി സഹകരിച്ചാണ് ഇപ്പോൾ നേപ്പാൾ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്, ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ഡോക്ടർ N. കലേസെൽവി. ഡോക്ടർ N. കലേസെൽവിയാണ് ഇപ്പോഴത്തെ ദ ഹെഡ് ഓഫ് CSIR, അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ. ഇനി മുതലുള്ള കറണ്ട് അഫയേഴ്സ് അത് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇനി പറയാൻ പോകുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും. 5th മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് കൊമോഡോ ബിഗാൻ. 5ാമത് ബഹുമുഖ നാവികാഭ്യാസം കൊമോഡോ ആരംഭിച്ചു. കൊമോഡോ എന്ന് പറയുന്ന എക്സസൈസ് ഇത് നടക്കുന്നത് ഏത് സ്ഥലത്താണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാജ്യമാണ് കൊമോഡോയുടെ ബഹുമുഖ നാവികാഭ്യാസം സംഘടിപ്പിക്കുന്നത്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ ഒരു നേവൽ എക്സസൈസ് ആണ് 5ാമത്തെ മൾട്ടിലാറ്ററൽ, അതായത് പല രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു നേവൽ എക്സസൈസ് ആണ് കൊമോഡോ. 2025 ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 22 വരെ ഇന്തോനേഷ്യയിലെ ഏത് സ്ഥലത്താണ് കൊമോഡോ 5ാമത്തെ ബഹുമുഖ നാവികാഭ്യാസം നടക്കുന്നത്? ബാലി. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ് ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ഒരു വലിയൊരു സിറ്റിയാണ് ബാലി. ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 22 വരെ കൊമോഡോ എന്ന് പറയുന്ന നേവൽ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് ഇന്ത്യ, US, ചൈന എന്നീ പോലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ് കൊമോഡോ. 5ാമത്തെ ബഹുമുഖ നാവികാഭ്യാസം കൊമോഡോയിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 15ലധികം രാജ്യങ്ങൾ. ഇന്ത്യ അതേപോലെ തന്നെ വലിയ രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് കൊമോഡോ എന്ന എക്സസൈസ്. ഇന്നിപ്പോൾ മോർ ദാൻ 15 കൺട്രീസ് ആണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യയുടെ 5ാമത്തെ ബഹുമുഖ
നാവികാഭ്യാസമായ കൊമഡോയുടെ പ്രമേയം എന്താണ്? സമാധാനത്തിനും സ്ഥിരതയ്ക്കുമുള്ള സമുദ്ര പങ്കാളിത്തം. കൊമഡോ എന്ന് പറയുന്ന 5ാമത്തെ എക്സസൈസിന്റെ തീം എന്ന് പറയുമ്പോൾ അത് മാരിടൈം പാർട്ട്ണർഷിപ്പ് ഫോർ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി എന്നാണ്. അതായത് സമാധാനത്തിനും സ്ഥിരതയ്ക്കുമുള്ള സമുദ്ര പങ്കാളിത്തം. ഇന്തോനേഷ്യയുടെ നാവികസേനയുടെ പേരെന്താണ്? ടെൻറ്റാറ നാഷണൽ ഇന്തോനേഷ്യ അൻഗാട്ടൻ ലോട്ട്, TNIAL. ഇന്തോനേഷ്യൻ നേവിയെ വിളിക്കുന്ന പേരാണ് ടെൻറ്റാറ നാഷണൽ ഇന്തോനേഷ്യ അൻഗാട്ടൻ ലോട്ട്, TNIAL. ഈ രാജ്യത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊമഡോ എന്ന് പറയുന്ന എക്സസൈസ്. ഇത് ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 22 നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേവൽ എക്സസൈസ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ശ്രീമതി നിർമ്മല സീതാരാമൻ ലോഞ്ച് ദി മൾട്ടി ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ശ്രീമതി നിർമ്മല സീതാരാമൻ പരസ്പര ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്, MSME ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനായി 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ MSMEക്കായി പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, പരസ്പര ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി. അതായത് ഈ പ്രാവശ്യത്തെ യൂണിയൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ് MSMEക്ക് വേണ്ടി, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വേണ്ടിയുള്ള ഒരു പുതിയൊരു സ്കീം ആണ്. ആ സ്കീമിന്റെ പേരാണ് മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് പരസ്പര ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി. കേന്ദ്ര സർക്കാർ പരസ്പര ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി ആരംഭിച്ച തീയതി 17 ഫെബ്രുവരി 2025. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ് MSMEക്ക് വേണ്ടി മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഈ ഒരു സ്കീം 2025 ഫെബ്രുവരി 17 ആരംഭിച്ചു. 100 കോടി രൂപ വരെ വായ്പ നൽകി MSMEകൾക്ക് കൊളാട്രൽ രഹിത വായ്പകൾ നൽകുന്ന പദ്ധതി ഏതാണ്? MSMEക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. MSME എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഈ എന്റർപ്രൈസസിന് വേണ്ടി ഇപ്പോൾ 100 കോടി രൂപ വരെ കൊളാട്രൽ രഹിത ഗ്യാരണ്ടി നൽകുന്ന ഒരു പുതിയൊരു സ്കീം ആണ് ആരംഭിച്ചിട്ടുള്ളത്, മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ഇത് ആരംഭിച്ചത് ഈ വർഷം ഫെബ്രുവരി 17, കഴിഞ്ഞ ആഴ്ചയായിരുന്നു. MSMEക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ലക്ഷ്യം എന്താണ്? പ്ലാന്റ് യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനെ. അപ്പൊ ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോ MSMEയും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വരേണ്ട ഡെവലപ്മെന്റ്സ്. ആ ഡെവലപ്മെന്റ്സിന് വേണ്ടി പുതിയ പുതിയ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ആവശ്യമാണ്, അതിലേക്ക് ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ സ്കീം ആണ് ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മോസം ഭവൻ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ടു മാർക്ക് 150th ആനിവേഴ്സറി ഓഫ് IMD. IMDയുടെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് മോസം ഭവൻ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ആരംഭിച്ചു. അപ്പോൾ IMD എന്താണ്? അതുപോലെ തന്നെ മോസം ഭവൻ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇത് ഏത് സ്ഥലത്താണ് ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 18 മോസം ഭവനിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം. ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഫെബ്രുവരി 18 തീയതിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഇതൊരു മ്യൂസിയം ആണ്, ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയം ആണ് ഇപ്പോൾ മോസം ഭവനിൽ ആരംഭിച്ചിട്ടുള്ളത്. മോസം ഭവൻ ഇതുള്ളത് ന്യൂഡൽഹിയിലാണ്. അപ്പം മോസം ഭവൻ ഉള്ളത് ന്യൂഡൽഹിയിൽ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 18 ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ആരംഭിച്ചു. ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ് 150 വർഷം ആഘോഷിക്കുന്ന വർഷം ഏതാണ്? 2025 ജനുവരി 15. 1875 ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് IMD. IMDയുടെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ മോസം ഭവൻ, അതായത് IMDയുടെ ഒരു ഭവൻ ആണ് മോസം ഭവൻ. ഇവിടെയാണിപ്പോൾ ഓപ്പൺ എയർ ആർട്ട് മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പുതുതായി ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഇന്ത്യയുടെ കാലാവസ്ഥ ചരിത്രം എത്ര ചുവർ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നു? 38 അതുല്യമായ ചുവർ ചിത്രങ്ങൾ. ഈ ഒരു ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം
ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് 38 വ്യത്യസ്തമായിട്ടുള്ള മുറാൽസ് ആണ്. മ്യൂറാൽസ് എന്ന് പറയുമ്പോൾ അത് ചുവർ ചിത്രങ്ങളാണ്. ഇത്തരത്തിലുള്ള ചുവർ ചിത്രങ്ങളുടെ ഒരു മ്യൂസിയം ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മൗസം ഭവനിൽ. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ കാലാവസ്ഥ ശാസ്ത്ര ഡയറക്ടർ ജനറൽ ആരാണ്? മൃത്യുഞ്ജയ് മൊഹബത്ര. IMD ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1875 ആരംഭിച്ചിട്ടുള്ള 150-ാം വർഷം ആഘോഷിക്കുന്ന IMDയുടെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പോസ്റ്റ് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് മെട്രോളജി. ഇതിന്റെ ഹെഡ് ആണ് മൃത്യുഞ്ജയ് മൊഹബത്ര, അതായത് DGM എന്ന് പറയുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് മെട്രോളജി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 23rd നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കിക്സ് ഓഫ് ഇൻ ചെന്നൈ വിത്ത് 1476 അത്ലറ്റ്. 1476 അത്ലറ്റുകളുമായി 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ചെന്നൈയിൽ ആരംഭിച്ചു. 23ാമത്തെ നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. 1476 അത്ലറ്റ്സ് ആണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു, ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഫെബ്രുവരി 17 ചെന്നൈയിലെ ഏത് സ്റ്റേഡിയത്തിലാണ് ആരംഭിച്ചത്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ചെന്നൈ. ചെന്നൈയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഫെബ്രുവരി 17 ആരംഭിച്ചിട്ടുള്ള 23ാമത്തെ ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. 23ാമത്തെ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇന്ത്യയിലെ നാഷണൽ ഗെയിംസ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള ഒരു ടീം എന്ന് പറയുമ്പോൾ അത് സർവീസസ് ആണ്. നാഷണൽ ഗെയിംസ് നടന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ഇപ്പോൾ 23ാമത്തെ ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2025 ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 20 വരെ ആരംഭിച്ച 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലുടനീളം എത്ര പാരാ അത്ലറ്റുകൾ പങ്കെടുക്കുന്നു? 1476 അത്ലറ്റ്സ്. ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രാവശ്യമാണ് അത്ലറ്റ്സിന്റെ വരവ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 23ാമത്തെ ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 1476 അത്ലറ്റ്സ് ആണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 20 വരെ ആരംഭിച്ച 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ എത്ര ഇനങ്ങൾ ഉണ്ടാകും? 30 ടീമുകൾക്ക് കീഴിലുള്ള 155 ഇനങ്ങൾ. സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് വരുന്ന 30ഓളം ടീം ആണ് ഈ പ്രാവശ്യത്തെ 23ാമത്തെ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നത്. ഇതിൽ 155 ഇനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഗ്രേഹോക്ക് ഹൈബ്രിഡ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം. ഗ്രേഹോക്ക് ഹൈബ്രിഡ് ഉപരിതല വായു മിസൈൽ സംവിധാനം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്രേഹോക്ക് ഹൈബ്രിഡ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. UK ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് ഗ്രേഹോക്ക്. സർഫേസ് ടു എയർ, അതുപോലെ തന്നെ എയർ ടു എയർ, സർഫേസ് ടു എയർ എന്നീ തരങ്ങളിലെ മിസൈൽസ് ആണുള്ളത്. ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർഫേസ് ടു എയർ മിസൈൽ ആണ് പിനാക്ക പോലെയുള്ള മിസൈലുകൾ. എയർ ടു എയർ ആണെങ്കിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ സർഫേസ് ടു സർഫേസ് ആണെങ്കിൽ അഗ്നി സീരീസ് വരുന്ന എല്ലാ മിസൈൽസും അത് സർഫേസ് ടു സർഫേസ് ആണ്. UK നിന്ന് അടുത്തിടെ ഗ്രേഹോക്ക് ഹൈബ്രിഡ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏത് രാജ്യമാണ് സ്വന്തമാക്കിയത്? ഉക്രൈൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ പല രാജ്യങ്ങളുമാണ് ഉക്രൈൻ സഹായിക്കുന്നത്. അതേപോലെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് UK ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ ആണ് ഗ്രേഹോക്ക് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സർഫേസ് ടു എയർ മിസൈൽ. ഗ്രേഹോക്ക് ഹൈബ്രിഡ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിന്റെ വേഗത എത്രയാണ്? മാക് 2.5. മാക് 2.5 3087 km/h സ്പീഡിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് ഗ്രേഹോക്ക് എന്ന് പറയുന്ന മിസൈൽ. ഒരു മാക് എന്ന് പറഞ്ഞാൽ 1234.8 km. അത്തരത്തിലുള്ള ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിസൈൽ ആണ് സർഫേസ് ടു എയർ മിസൈൽ. ഇതാണിപ്പോൾ ഉക്രൈന് UK നൽകുന്ന ഒരു മിസൈൽ. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിരവധി കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.